എല്ലാവർക്കും നമസ്കാരം. ജ്യോതിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ഭാവം. അതിൽ ഒന്നാം ഭാവം, രണ്ടാം ഭാവം, അങ്ങനെ 12 ഭാവങ്ങളുണ്ട്. ഈ 12 ഭാവങ്ങളും അവയുടെ സ്വഭാവവുമാണ് ഇനി പറയുന്നത്. പ്രഥമം ലഗ്നഭാവം ച ദ്വിതീയം ധനമേവ ച തൃതീയം ഭ്രാതൃഭാവം ച ചതുർത്ഥം മാതുരേവ ഹി പഞ്ചമം തു ത്രികോണം ച ഷഷ്ടം തു രിപുസംജ്ഞകം ജായാസ്ഥാനം സപ്തമം സ്യാദ് അഷ്ടമം നിധനം തഥാ നവമം ത്രിത്രികോണം സ്യാദ് തദേവ പിതൃസംജ്ഞകം ദശമം കർമ്മസംജ്ഞം സ്യാദ് ലാഭമേകാദശം തഥാ ദ്വാദശം തു വ്യയസ്ഥാനമിതി ഭാവാഃ പ്രകീർത്തിതാഃ തേഷാമധ്യേ ഭാവപഞ്ചക ദുഃഖദ ഇതി കഥ്യതേ. ഇത് ശിവജാതകത്തിൽ പറയുന്ന ഒരു ശ്ലോകമാണ്. അതായത് ഒന്നാം ഭാവത്തിന് ലഗ്നം എന്ന പേര്. അതാണ് പറയുന്നത് പ്രഥമം ലഗ്നഭാവം ച എന്ന്. ദ്വിതീയം രണ്ടാം ഭാവത്തിന് ധനഭാവം എന്നും അല്ലെങ്കിൽ സമ്പത്ത് എന്നും. തൃതീയം ഭ്രാതൃഭാവം ച മൂന്നാം ഭാവം സഹോദരസ്ഥാനമെന്നും. നാലാം ഭാവത്തിനെ മാതുരേവഹി മാതൃസ്ഥാനമെന്നും അല്ലെ അമ്മയുടെ സ്ഥാനമെന്നും. പഞ്ചമം അഞ്ചാം ഭാവം ത്രികോണം അല്ലെങ്കിൽ സന്ധാനഭാവം എന്നും. ആറാം ഭാവത്തിനെ രിപുസംജ്ഞകം അതല്ലെങ്കിൽ ശത്രുസ്ഥാനമെന്നും. ഏഴാം ഭാവത്തിന് ജായാസ്ഥാനം അല്ലെങ്കിൽ ഭാര്യാസ്ഥാനവും. എട്ടാം ഭാവത്തിനെ മരണഭാവം എന്നും. ഒൻപതാം ഭാവം കൊണ്ട് പിതാവ് പൂർവ്വപിതാക്കന്മാരെയും. പത്താം ഭാവം കൊണ്ട് ജോലി അല്ലെങ്കിൽ കർമ്മസ്ഥാനത്തെയും. 11ാം ഭാവം കൊണ്ട് ലാഭം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വരവിനെയും ചിന്തിക്കും. 12ാം ഭാവം കൊണ്ട് വ്യയസ്ഥാനം ചെലവിനെയുമാണ് ചിന്തിക്കുന്നത്. ശേഷം ഇതിൻ്റെ അവസാനം പറഞ്ഞേക്കുന്നത് പഞ്ചമഭാവ അല്ലെ പഞ്ചഭാവ ദുഃഖദ ഇതി കഥ്യതേ. 5 ഭാവങ്ങളുണ്ട്. 3, 6, 8, 11, 12 ഭാവങ്ങൾ. 3, 6, 8, 12 ആണ് പറയുന്നതെങ്കിലും 11ാം ഭാവവും കൂടി അതിൽ പെടുത്തി 5 ഭാവങ്ങൾ ദുഃഖസ്ഥാനം ആണ് എന്നാണ് പറയുന്നത്. ഈ പ്രമാണം ഉപകാരത്തിൽ വരുന്നത് നമ്മുടെ മുമ്പിൽ ഒരാൾ ജ്യോതിഷം നോക്കുവാൻ വേണ്ടി വന്നിരുന്നാൽ അദ്ദേഹത്തിനെക്കുറിച്ച് ഫലം പറയുവാൻ വേണ്ടിയാണ്. അപ്പോൾ എവിടെയൊക്കെ പാപന്മാരുണ്ടോ അവിടെയെല്ലാം ആ ഭാവങ്ങൾക്കെല്ലാം പോരായ്മ പറയണം എന്നാണ്. ഒന്നാം ഭാവത്തിന് ലഗ്നം എന്നാണ് പേര്. ലഗ്നം എന്നാൽ ആ വ്യക്തി തന്നെയാണ്. ആരാണോ നമ്മുടെ മുമ്പിൽ പ്രശ്നം വെക്കാൻ വന്നിരിക്കുന്നത് അദ്ദേഹത്തെ തന്നെ ചിന്തിക്കാം. ഇനി ഭാവകാരകത്വം വേറെ ഉണ്ട് കേട്ടോ. ലഗ്നഭാവം അതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാം എന്നതൊക്കെ അടുത്തൊരു ശ്ലോകത്തിലൂടെ പറയാം. അതുപോലെ തന്നെയാണ് രണ്ടാം ഭാവം. രണ്ടാം ഭാവം കൊണ്ട് ഒരു വ്യക്തിയുടെ സമ്പത്തിനെയാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്തോരം ധനമുണ്ട് എന്നതൊക്കെയാണ് മുഖ്യമായിട്ടും ചിന്തിക്കുക. മൂന്നാം ഭാവം കൊണ്ട് സഹോദരസ്ഥാനമാണ്. ആ സഹോദരസ്ഥാനത്ത് പാപഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ സഹോദരൻ്റെ ദുരിതം മറ്റുള്ള കാര്യങ്ങളെല്ലാം പറയണം. അടുത്തതായിട്ട് 4ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന മാതൃസ്ഥാനമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ 4ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ അമ്മയ്ക്ക് ദുരിതമുണ്ട് എന്നും, ശുഭഗ്രഹങ്ങൾ നിൽക്കുക നോക്കുക ഇത്യാദികളൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ അവിടെ കാര്യങ്ങൾ പറയണ്ട എന്നും. 5ാം ഭാവത്തിന് ത്രികോണം എന്നും ഒരു പേരുണ്ട്. അതേപോലെ തന്നെ അവിടെ സന്താനകാരകം സന്താനങ്ങളെ കൊണ്ട് ചിന്തിക്കുന്നതും 5ാം ഭാവം കൊണ്ടാണ്. 6ാം ഭാവത്തിന് ശത്രുസ്ഥാനമാണ്. ശത്രുക്കൾ, രോഗങ്ങൾ, തത്തുല്യമായ കാര്യങ്ങളെല്ലാം ചിന്തിക്കാൻ പറ്റും 6ാം ഭാവം കൊണ്ട്. 7ാം ഭാവം ഭാര്യാസ്ഥാനമാണ്. അതുപോലെ തന്നെ 8ാം ഭാവം നിധനസ്ഥാനം അല്ലെങ്കിൽ മരണം തത്തുല്യമായവയൊക്കെ ചിന്തിക്കാം. 6ൻ്റെ കുറച്ചുകൂടെ വലുതാണ് 8 എന്ന് ചിന്തിക്കാം. അതുപോലെ തന്നെയാണ് 9ാം ഭാവം പിതൃസ്ഥാനമാണെന്നും 10ാം ഭാവം തൊഴിൽ ആണ് എന്നും 11ാം ഭാവം ലാഭസ്ഥാനമാണ് എന്നും 12 വ്യയസ്ഥാനമാണെന്നൊക്കെ ചിന്തിച്ചങ്ങ് മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ചു താൽക്കാലികമായിട്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതിൻ്റെ അകത്ത് കേന്ദ്രമെന്നും ത്രികോണമെന്നും 2 പ്രധാനപ്പെട്ട സ്ഥാനങ്ങളുണ്ട്. കേന്ദ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ 1, 4, 7, 10 ഭാവങ്ങളാണ്. ഇപ്പോൾ പണ്ട് കാലങ്ങളിലാണെങ്കിൽ ഒരു പ്രശ്നം എടുത്താൽ ഒത്തിരി സമയം നമുക്ക് സംസാരിക്കാൻ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല. പെട്ടെന്ന് ഫലപ്രവചനം നടത്തി
വിടേണ്ടതാണ് ആ വ്യക്തിയെ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് 1, 4, 7, 10 കേന്ദ്രഭാവങ്ങളിലാണ്. അപ്പോൾ 1-ാം ഭാവം തനിക്കെന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നോക്കുക. അതായത് ഒരാളുടെ പേരും നാളും ചൊല്ലിയിട്ടാണല്ലോ നമ്മൾ രാശി വീഴിയുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് എന്തെങ്കിലും ദുരിതങ്ങളുണ്ടോ എന്ന് നോക്കുക. ലഗ്നത്തിൽ പാപനൊന്നുമില്ലെങ്കിൽ അതിനുശേഷം 4-ാം ഭാവം നോക്കുക. 4-ാം ഭാവം അദ്ദേഹത്തിന് കുടുംബസ്ഥാനമാണ്. അമ്മ തത്തുല്യമായ ആൾക്കാരെല്ലാം അവിടെ ചിന്തിക്കാം. അവിടെയും പാപന്മാരൊന്നുമില്ലെങ്കിൽ 7-ാം ഭാവം ചിന്തിക്കാം. അതും അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെയാണ്. അതായത് ഭാര്യാഭർത്തൃ ബന്ധങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം അവിടെ നോക്കാം. അവിടെയും പാവന്മാരൊന്നുമില്ലെങ്കിൽ 10-ാം ഭാവം തൊഴിലാണ്, ജോലിപരമായിട്ട് എന്തെങ്കിലും ദുരിതങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവിടെ പാപനുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇത്യാദികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ടും വളരെ പെട്ടെന്നും ആ വ്യക്തിയുടെ ഫലം നമുക്ക് പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിയുന്നതാണ്. നമസ്തേ.